ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നീ ഇവിടെ നിൽക്കുന്നത് എന്നെ അനുസരിക്കാൻ വേണ്ടി മാത്രം. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വരുണിന്റെയും പ്രിയങ്കയുടെയും അമ്മയാ. നിന്നോട് എനിക്ക് ഇനി അങ്ങനെ ഒരു അമ്മ സ്നേഹമില്ല. റോശി, ഞാൻ എന്താ പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സിലൊരു സത്യം ഉണ്ടമ്മ. ഇനി നീ അത് കണിമംഗലത്തിന്റെ അകത്തളത്ത് നിന്ന് പറയണ്ട, തെരുവിൽ ചെന്ന് പറഞ്ഞാ മതി. നിന്നെ പോലെ ഒരുത്തിക്കും അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തി. പണ്ട് ഇവളുടെ തള്ള ഇതേ സ്വഭാവം കാണിച്ചതല്ലേ ഇവള് ജനിക്കാൻ തന്നെ കാരണം. അപ്പൊ പിന്നെ അമ്മയുടെ വഴി മോള് പിന്തുടർന്നല്ലേ പറ്റൂ. കണ്ണു താഴ്ത്തടി, എന്നിട്ടേ ഇറങ്ങി പോ നോക്ക്. തൽക്കാലം ഇത് പ്രിയങ്ക മോളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും വിളിച്ചുകൂട്ടി ഞാൻ നിന്നെ പടിയിറക്കേണേ. ഇറങ്ങിക്കോ. ഇവിടെ വാടി, ഇറങ്ങടി അങ്ങോട്ട്. അവിടെ ഒരു ബാഗ്. ഇനി നിന്റേതായിട്ട് ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാലേ ആ പേരും പറഞ്ഞ് പിന്നെ നീ ഇങ്ങോട്ട് വരും. കൊണ്ടുവയ്ക്കോ, പിടിക്കടി, പിടിക്കാൻ. ഇറങ്ങി പോയിക്കോ. ഇറങ്ങാൻ. ചേച്ചിതെവിടെ പോവാ? അത് വീട്ടിലേക്ക്. അതെന്താ പോകുന്നവരെ എന്നോട് പറയാതിരുന്നേ? കുറച്ചു ദിവസം കൂടി എന്റെ കൂടെ ഉണ്ടാവുന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞേ? അത് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. ഒന്ന് പോയി കാണണം തോന്നി. ചുമ്മാ ഓരോന്ന് പറയല്ലേ. അച്ഛനെ കാണാനാണെങ്കിൽ അച്ഛനോട് പൂജ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയാം. ചേച്ചി പോയാൽ ഞാൻ സമ്മതിക്കില്ല. അതെല്ലാം എനിക്ക് പോയേ പറ്റൂ. എന്താ ചേച്ചി ഇത്? ഞാനിപ്പോ ചേച്ചിയോട് പെരുമാറുന്നത് പഴയ പോലെ അല്ലല്ലോ. എനിക്ക് അത്ര ഇഷ്ടമുള്ളോണ്ടല്ലേ പോരുതെന്ന് പറയുന്നത്. അമ്മേ, ചേച്ചിയോട് പോണ്ടെന്ന് പറ. കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ. അത് മോളെ, അമ്മ പറഞ്ഞ ചേച്ചി അനുസരിക്കും. അത് ഞാൻ അച്ഛനെ കൊണ്ട് പറയിക്കണോ? അതൊന്നും വേണ്ട, അച്ഛനെ വിളിക്കണ്ട. ചെറിയമ്മേ, എന്താ ചെറിയമ്മൊന്നും മിണ്ടാത്തെ? പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ചേച്ചി ഇവിടുന്ന് പോകുന്നത് ശരിയാണോ? എന്നായാലും രാത്രിക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ. പോയിക്കോട്ടെ, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞു പോയിക്കോട്ടെ. ഇപ്പൊ തന്നെ നോക്കിക്കേ, ചേച്ചി എന്നെ പാചകം പഠിപ്പിക്കുന്നു, വീട്ടു ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം ഞാനൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വരണ്ടേ? ചേച്ചി ഞാൻ വിടുന്നില്ല. അതിനുവേണ്ടി എന്നോട് ഇനി തർക്കിക്കാനൊന്നും നിൽക്കണ്ട. മോളെ പ്രിയ, ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങ് വാ. അതെ അമ്മ, അമ്മ എന്ന് പറയാമേ. ഇപ്പൊ പോണ്ട. ഉത്തരവ് കിട്ടിയാലോ ഇനി ഇവിടെ നിൽക്കാലോ. മോളെ പ്രിയങ്ക, അമ്മയ്ക്ക് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം എടുക്ക്.
ശരി അമ്മ. അതെ, അപ്പോഴേക്കും ചേച്ചിയുടെ മനസ്സ് മാറാതെ നോക്കണേ. നീ കാണിച്ച വൃത്തികേട് എന്താണെന്ന് ഇപ്പൊ എനിക്ക് അവളോട് പറയാൻ പറ്റില്ല. ഇത്രയധികം നിന്നെ സ്നേഹിക്കുന്ന അവള് അത് സഹിക്കില്ല. അവൾ എന്തെങ്കിലും ചെയ്താ എനിക്ക് എന്റെ മരുമകളെ നഷ്ടപ്പെടുന്നേ. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നേ. മനസ്സിലായോ? പ്രിയങ്കി എല്ലാവരും എല്ലാം അറിയട്ടെ എടുത്തി. മറച്ചു വെക്കുന്തോറും ഇവൾക്ക് മതിപ്പ് കൂടുകയല്ലേ. വേണ്ട ഉർവശി, ഈ വിഷയം ആരും അറിയാതെ പരിഹരിക്കണം. ഇനി നിന്റെ ചുമതല എന്താണെന്നറിയോ? വരുണിനും പ്രിയങ്കയ്ക്കും ഇടയിലുള്ള അകൽച്ച നീയായിട്ട് മാറ്റണം. അവര് തൃപ്തിയോടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. അതിനുള്ള വഴി നീയാ കണ്ടെത്തേണ്ടത്. അതിൽ നിന്നും എന്തെങ്കിലും മാറ്റം വന്ന നീ ദൈവത്തിനെ പോലെ സ്നേഹിക്കുന്ന ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുണ്ടല്ലോ, നിനക്ക് വീണ് കിട്ടിയ അച്ഛൻ, അയാളായിരിക്കും നെഞ്ചു പൊട്ടിച്ചാവാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഒരു കരുണയും ഞങ്ങൾ കാണിക്കില്ല. ഏട്ടത്തി കാണിച്ചാലും ഞാൻ കാണിക്കില്ല. ഉർവശി, ഇപ്പൊ ഈ കാര്യം നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയൂ. 4മതൊരാൾ അറിഞ്ഞാൽ അത് ഉർവശി പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞ് ഈ കുടുംബത്ത് വീണ്ടും ഒരു പ്രശ്നമായാൽ നിന്നോടും ഈ നിലപാട് തന്നെയായിരിക്കും എനിക്ക്. നീ ഈ കണിമംഗലത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും. എന്റെ അടുത്ത് ഞാൻ പറയില്ല. നമ്മുടെ കുടുംബത്തിന്റെ ദൂഷ്യം നമ്മൾ എന്തിനാ പുറത്തറിയിക്കുന്നത്? ഇനി നീ ഇവിടെ നിൽക്കുന്നത് എന്നെ അനുസരിക്കാൻ വേണ്ടി മാത്രം. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വരുണിന്റെയും പ്രിയങ്കയുടെയും അമ്മയാണ്. നിന്നോട് എനിക്ക് ഇനി അങ്ങനെ ഒരു അമ്മ സ്നേഹമില്ല. പൗർവശി,